ശാന്തി. അപ്പോൾ ഇന്നലെ പടം കണ്ടോടാ ഞാൻ, ഓ റോമിയോ. എന്ത് തോന്നി ഓ റോമിയോ പടം കണ്ടിട്ട്? എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആട്ടോ, പോണ്ടിച്ചേരിയിലാണ്. അവിടെ നൈറ്റ് ഷോ ഇന്നലെ കാണാൻ പോയി. ഉച്ചക്കുണ്ടായിരുന്നു, ബട്ട് പ്രാക്ടീസും കാര്യങ്ങളും അങ്ങനെ ഒരു മീറ്റിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പോകണമുണ്ട്. രാത്രിയാണ് പടം കണ്ടത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിശാൽ ഭരദ്വാജ്, ഡയറക്ടർ ഓഫ് ഓംകാര, ഹൈഡർ, പിന്നെ ഏതാ പടം പുള്ളിക്കാർ പടം എടുക്കും, നോ സ്മോക്കിംഗ്. കുറേ പടങ്ങളുണ്ട് കേട്ടോ. നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏതിനാ? ഓംകാരയ്ക്കാണ് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് തോന്നുന്നു. ഓംകാരയ്ക്കാണ് തോന്നുന്നു ബെസ്റ്റ് ഡയറക്ടറോ ബെസ്റ്റ് മൂവിക്ക് എന്തോ പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട്. ഹൈഡർ പുള്ളിക്കാരൻ്റെ പടം, നമ്മുടെ ഷാഹിദ് കപൂർ തന്നെ ചെയ്ത. പിന്നെ ഏതോ ഒരു വെബ് സീരീസ് റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ബട്ട് ഞാൻ കണ്ടിട്ടില്ല. വെബ് സീരീസ് അങ്ങനെ കാണൽ കുറവാണ്. അപ്പോൾ വിശാൽ ഭരദ്വാജിൻ്റെ അടുത്ത പടമാണത്, ഓ റോമിയോ. നാട്ടിൽ എൻ്റെ ഫ്രണ്ടായിട്ട് കാണാനാണ് പ്ലാൻ ഇട്ടത്, പക്ഷേ ഇവിടെ ആയിപ്പോയി. അപ്പോൾ ആ ഒരുമിച്ച് കാണലിന് നടന്നില്ല. ഇവിടെ നിന്ന് ഞാൻ വേറെ ടീംസൊക്കെ ആയിട്ട് പോയി പടം കണ്ട്. 3 മണിക്കൂറുണ്ട് പടം. റേറ്റഡ് ആണ് പടത്തിന് കിട്ടിയേക്കുന്നത്. റേറ്റഡിനുള്ള സാധനമൊക്കെ ഉണ്ട്. വയലൻസ് ആക്ഷൻ പടമാണ്, ആക്ഷൻ ത്രില്ലർ റൊമാൻറ്റിക്. അതാണ് ഓ റോമിയോ. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കൊള്ളാം, എനിക്കങ്ങനെ തോന്നി. എനിക്ക് പടം തുടങ്ങി ഓക്കെ. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഭയങ്കര രസമാണ്, പെട്ടെന്ന് തീരും. ആ 20 മിനിറ്റ് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കില്ല, വേഗം തീരും. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഫൈറ്റ് സീൻ ചെറിയൊരു രീതിയിൽ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. 8 സെക്കൻഡോ 10 സെക്കൻഡോ ഷാഹിദ് കപൂറിൻ്റെ ഇൻട്രോ കഴിഞ്ഞുള്ള ഒരു ഫൈറ്റ് സീനും ഒക്കെ രസമാണ്. പിന്നെയാണ് നടി വരുന്നത്, തൃപ്തി ഡിംറി. ഇവിടെ ആനിമലാണ്. ആനിമലിന് ശേഷം പിന്നെ തോരം പടങ്ങളാണ്. ലൈല മജ്നു ആക്ട്രസ്. ആനിമലാണ് ഐ തിങ്ക് പുള്ളിക്കാരുടെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയതോ, ബ്രേക്ക് ത്രൂ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു 15 മിനിറ്റ് തന്നെ ആക്ട്രസ് വരുന്നു. പിന്നെ എന്തൊക്കെയായി പോയടാ പടം. 3 മണിക്കൂറുണ്ട്. പിന്നെ ഭയങ്കര ലാഗായിരുന്നു. 1.5 മണിക്കൂർ ഫസ്റ്റ് ഹാഫും 1.5 മണിക്കൂർ സെക്കൻഡ് ഹാഫും. ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞതും പിന്നെ അങ്ങ് ഫസ്റ്റ് ഹാഫ് കഴിയാൻ ഒരു ചെറിയൊരു ലാഗ് അടിച്ചു. ഫസ്റ്റ് ഹാഫ് ഓക്കെ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗാണ്. എൻഗേജിങ് ആയിട്ടിരിക്കുന്ന, അങ്ങനെ പിടിച്ചിരുത്തുന്ന സാധനങ്ങളില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ വരുന്ന ഷാഹിദ് കപൂറിൻ്റെ ഫൈറ്റ് സീക്വൻസ് ഉള്ളതുകൊണ്ട് ഇതിനെ പിടിച്ചിനെ കണ്ടുപോവാം എന്ന് എനിക്ക് തോന്നിയുള്ളൂ. അല്ലാണ്ട് 3 മണിക്കൂറും ആക്ച്വലി എൻഗേജിങ് അല്ല. പിന്നെ ബാക്കി ആരൊക്കെ അഭിനയിക്കുന്ന? ഷാഹിദ്, തൃപ്തി, നാനാ പട്ടേക്കർ ഉണ്ട്, തമന്നയുണ്ട്, പിന്നെ നമ്മുടെ ദിശ പട്ടാനി ഉണ്ട്. പിന്നെ ഒരു സോങ് ഇറങ്ങിയിരുന്നു, എൻ്റെ സിംഗിൾ ട്രാക്ക് ഇറങ്ങിയിരുന്നു, ഐറ്റം സോങ്. ഞാൻ വിചാരിച്ചു അങ്ങനെ ഒതുങ്ങി അങ്ങ് തീരും, ആ ഒരു ഡാൻസിന് വേണ്ടി മാത്രം ദിശ പട്ടാനി വരുന്നുള്ളൂ എന്ന്. പിന്നെ കുറച്ച് പടത്തിൽ അത്യാവശ്യം റോളുണ്ട്, കുറച്ച് സീൻസ് ഉണ്ട് വർക്ക് ചെയ്യാൻ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഐറ്റം സോങ്ങിൽ മാത്രം ഒതുങ്ങിപ്പോയില്ല. പിന്നെ തമന്നയുണ്ട് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും തോന്നിയില്ല. ഓഡിയൻസൊക്കെ ഒച്ചപ്പാടും ബഹളവും പുതുമയില്ലടേ. എനിക്ക് തോന്നിയൊരു കാര്യം, ബോളിവുഡ് ഇപ്പോൾ റീസെൻ്റ്ലി ഉപയോഗിക്കുന്നത് രശ്മിക മന്ദാന, തമന്ന. അതിപ്പോൾ ഐറ്റം സോങ് ആയിക്കോട്ടെ, അഭിനയിക്കാനായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതുകൊണ്ടാവാം, ഒരു സ്ഥിരം ഉപയോഗിക്കുന്ന കൊണ്ടാവാം. എനിക്ക് തമന്നനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇതിൽ കാണിക്കുമ്പോൾ അവർ ഓളം വരുമല്ലോ ഓഡിയൻസിൻ്റെ. എനിക്കൊന്നും തോന്നിയില്ല. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്, ഒന്നും തോന്നിയില്ല. കാരണം ഇവരാണ് മെയിൻ. ഇപ്പോൾ അടുത്ത പടം രശ്മിക മന്ദാനൊക്കെ എന്തോരം ഇനി ബോളിവുഡ് പടങ്ങളുണ്ടാവും. ആനിമലിന് ശേഷം മാറി, ഇപ്പോൾ ഇതിന് ശേഷം പറയാം. മെയിൻ ഐ തിങ്ക് തമന്ന ഇതിന് ശേഷമാണ് ഒരു ഏതാ നമ്മുടെ ആജിക്കീറാത്ത് മസ ട്രാക്ക് ഉണ്ടല്ലോ, സ്ത്രീ 2. പിന്നെ അതിൽ നിന്ന് ഇതായി അങ്ങനെ ഒരു ഫ്ലാറ്റായിട്ട് പോണൊരു പടം. പിന്നെ ഇടയ്ക്ക് ഒരു ഫൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കണ്ടിരിക്കാം. ആ ഒരു ഫൈറ്റ് സീനൊക്കെ അതും പറഞ്ഞല്ല ആവില്ലല്ലോ. എനിക്ക് തന്നെ തോന്നുന്നത് ഫൈറ്റ് കൊറിയോ പിന്നെ പറയുന്ന ഡാൻസ് കൊറിയോ ഒക്കെ കൊള്ളാം. അതൊക്കെ വരുന്നുണ്ടാവട്ടെ, എങ്ങനെയൊക്കെയോ ഇരുന്ന് കണ്ടത്. ആൻഡ് മ്യൂസിക് ചെയ്തേക്കുന്ന ഇങ്ങേരെ തന്നെ കേട്ടോ. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്ന വിശാൽ ഭരദ്വാജ് കമ്പോസറും കൂടിയാട്ടോ. ഈ പടത്തിൻ്റെ മുമ്പത്തെ പടങ്ങൾ പുള്ളിക്കാരൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൻ്റെ സൗണ്ട് ട്രാക്ക് ആൽബവും സ്കോറും പുള്ളിക്കാരനാണ് ചെയ്തേക്കുന്നത്. കുഴപ്പമില്ലായിരുന്നു.
ഇപ്പോൾ തേരെ ഇഷ്കുമേ എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലേ, അത് കയ്യിൽ നിന്ന് പോയ അവസ്ഥയായപ്പോൾ എ ആർ റഹ്മാൻ്റെ മ്യൂസിക് പിടിച്ചു നിർത്തി എന്ന് പറയാം. അതങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനമൊന്നുമല്ല മ്യൂസിക് സൈഡ് നോക്കുകയാണെങ്കിൽ. ബട്ട് സ്റ്റിൽ തരക്കേടില്ലാത്ത പാട്ടുകളും തരക്കേടില്ലാത്ത സ്കോറൊക്കെയാണ് വരുന്നത്. പിന്നെ സ്ക്രീൻ പ്ലേയും ഡയലോഗ്സൊക്കെ വിശാൽ ഭരദ്വാജ് തന്നെ ചെയ്തേക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന സജിത് നദിയത്വാല അറിയായിരിക്കും, നമ്മുടെ ഹൗസ്ഫുൾ 5 ഒക്കെ പുള്ളിക്കാരനെ പ്രൊഡ്യൂസ് ചെയ്തത്. 2020 ശേഷം, കോവിഡിന് ശേഷം സജിത് നദിയത്വാല പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങൾ ഒട്ടുമിക്കതും ഫ്ലോപ്പാണെന്നാണ് തോന്നുന്നത്. ഹൗസ്ഫുൾ 5 ഉണ്ട്, അതിൽ ബാഗി 4 ഉണ്ട്, ബച്ചൻ പാണ്ഡെ അക്ഷയ് കുമാറിൻ്റെ പടമായിരുന്നു. കോവിഡ് ടൈം കഴിഞ്ഞ് വരുന്ന അക്ഷയ് കുമാറും നമ്മുടെ കൃതിയൊക്കെ ഉണ്ട്, കൃതി സനോൺ. അതൊരു വലിയ ഇൻ്റർനാഷണൽ ബോംബായിട്ടുമായിരുന്നു ബച്ചൻ പാണ്ഡെ. സജിത് നദിയത്വാല 2020 മുമ്പ് ചെയ്ത പടങ്ങളൊക്കെ ഹൗസ്ഫുള്ളൊക്കെ ഹിറ്റായിരുന്നു. ഹൗസ്ഫുൾ പിന്നെ ചളിപ്പടമാണ്, ആ ഒരു സോണിൽ കാണണം. അതിന് മുമ്പ് ചെയ്ത ഹൗസ്ഫുൾ സീരീസൊക്കെ കൊള്ളായിരുന്നു. 1, 2, 3, 4 ഹൗസ്ഫുള്ളൊക്കെ രസമായിരുന്നു. ആക്ച്വലി എനിക്കിഷ്ടം അങ്ങനത്തെ പടങ്ങൾ. ആ മൈൻഡ് സെറ്റിൽ നിന്ന് കണ്ടാൽ മതി. ഹൗസ്ഫുൾ 5 എനിക്ക് പറ്റാത്തൊരു പടമായിരുന്നു. എന്തോ തീരെ വർക്കല്ല, വളരെ വളരെ മോശപ്പെട്ട പടമായിരുന്നു ഹൗസ്ഫുൾ 5. സജിത് നദിയത്വാലയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു വർക്കാവാനുള്ളൊരു ചാൻസ് കുറവാണ് ബോക്സ് ഓഫീസിൽ, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. കണ്ടക്ട് ഭയങ്കര ലാഗായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഹാഫ് ആക്ച്വലി ഓഡിയൻസ് തിയേറ്ററിൽ ചിരിക്കുക. ഈ ഹൊറർ ജോണറും ഇന്ത്യയിൽ ഐ തിങ്ക് ഹൊററിൽ പണി ഏത് പടം വന്നാലും ഇന്ത്യ നമ്മുടെ ഓഡിയൻസ് അല്ലേ. ഹൊററും റൊമാൻസും വർക്ക് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വൻ പണിയാണ് ഞാൻ അത് വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഹൊറർ ജോണറിട്ട് കളിക്കുമ്പോഴും റൊമാൻറ്റിക് ജോണറിട്ട് കളിക്കുമ്പോഴും ഓഡിയൻസിനെ പിടിച്ചിരുത്താന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. ജെന്യൂനായിട്ട് നമുക്ക് വെറുപ്പ് മീൻസ് കണ്ടിട്ട് ഇഷ്ടമല്ല, അത് ഹൊറർ ആയിക്കോട്ടെ അത് റൊമാൻറ്റിക് ആയിക്കോട്ടെ, ജെന്യൂനായിട്ട് നമുക്കത് കണ്ടിട്ട് ഇഷ്ടമായില്ല, അങ്ങനെ ചിരിച്ചു പോകണമെങ്കിൽ ഓക്കെ. ചില ടീംസ് ഉണ്ട്, അല്ലാണ്ട് ചില ടീംസ് ഉണ്ട്. ഇപ്പോൾ DSR കണ്ടവർക്ക് മനസ്സിലാവും, നീ ചിരിച്ചോ ഞാൻ ചിരിച്ചില്ല, ഒരു കമൻ്റ് അടിക്കാൻ പറഞ്ഞ കുറേ ഉണ്ടല്ല, അതും ഒരു ശോകം പരിപാടിയാട്ടോ. ആ ഒരു ഇത് മാറ്റിയിട്ട് ജെന്യൂനായിട്ട് നോക്കുവാണെങ്കിൽ വർക്കായില്ലെങ്കിൽ ഓക്കെ. ആക്ച്വലി റൊമാൻറ്റിക് ജോണറും ഈ പറയുന്ന ഹൊറർ ജോണർ ഓഡിയൻസിനെ വർക്കാക്കാൻ പണിയാണ്. ഈ പടത്തിൽ ചില സീൻസ് വരുമ്പോൾ ഇൻറ്റൻസ് പ്രണയം കേട്ടോ. നമ്മുടെ റോമിയോ അതാണല്ലോ ക്യാരക്ടർ, പടത്തിൻ്റെ പേര് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഭയങ്കര ഈ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ്. അപ്പം അതും മര്യാദക്ക് കാണാൻ വിചാരിക്കുന്ന ഒരാളെ അഫക്റ്റ് ചെയ്യും. പടം കിടിലനായിട്ട് ഓഡിയൻസ് കളിയാക്കി എന്നല്ല പറയുന്നത്, പടത്തിൽ എവിടെ വിട്ട് പോവാ, കയ്യിൽ നിന്ന് പോവാ പടം. ആക്ച്വലി കയ്യിൽ നിന്ന് പോയി, എനിക്കങ്ങനെ തോന്നിയത്. ഓഡിയൻസ് അതിന് വേണ്ടി ചിരിച്ചു. ബട്ട് ഞാൻ ട്രൈ ചെയ്തു കുറേ. ഓക്കെ സീനില്ല, കുഴപ്പമില്ല. ബട്ട് നമുക്കൊരു തടസ്സം വരും, ഓഡിയൻസ് ചിരിച്ച് കമൻ്റ് അടിക്കുമ്പോൾ. ഓഡിയൻസിനെ അതിനൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ അതായിരുന്നു ഒരു സെക്കൻഡ് ഹാഫ് അല്ല, ആ ഫസ്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞതും 15 മിനിറ്റ് കഴിഞ്ഞതും ഷാഹിദിൻ്റെ ഇൻട്രോ ഫൈറ്റ് കഴിഞ്ഞതും പിന്നെ പതിയെ ലാഗാവാൻ തുടങ്ങി, പിന്നെ വൻ ലാഗാവാൻ തുടങ്ങി. സെക്കൻഡ് ഹാഫൊക്കെ അങ്ങനെയൊക്കെയോ തീർന്നു. അത് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഫൈറ്റൊക്കെ കണ്ടിരുന്നടേ, അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് പടത്തിൽ വലിയ വർക്കായില്ല. ഒരു ആവറേജ് പടമായിരുന്നു എനിക്ക് ഈ റോമിയോ എന്ന പടം. വേറൊന്നുമില്ല. പിന്നെ പടം കേട്ടോ, പറഞ്ഞതെന്ന് തോന്നുന്നു പടമാണ്. അപ്പോൾ 18 കഴിഞ്ഞവർ വന്ന് കാണാം. വയലൻസ് കൊണ്ടാണ് കിട്ടിയേക്കുന്നത്, അതിനുള്ളതുണ്ട്, തിരക്കേടില്ല, പിന്നെ ഒന്നുമില്ല. ഇതൊക്കെയാണ് പടം. ശാന്തി.